ഹലോ, ഇന്ന് നമ്മൾ നോക്കാൻ പോണത് ലക്ഷറി പ്രൊഡക്ട്സും പ്രീമിയം പ്രൊഡക്ട്സും തമ്മിലുള്ള വ്യത്യാസമാണ്. അല്ലെങ്കിൽ ലക്ഷറി ബ്രാൻഡും പ്രീമിയം ബ്രാൻഡും തമ്മിലുള്ള വ്യത്യാസമാണ്. ഇവരിൽ നിന്ന് നമുക്ക് കുറച്ച് പാഠങ്ങൾ പഠിക്കാനുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് നമുക്ക് നമ്മുടെ ബിസിനസ്സിലും ഇത് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. പലരും ഇത് ഇൻ്റർചേഞ്ചബിൾ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് പ്രീമിയം ലക്ഷറി എന്നുള്ളത് രണ്ടും ഒരേ വേർഡാണ്. നമ്മുടെ സൗകര്യാർത്ഥം എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാന്നുള്ള രീതിയിൽ പലരും അത് ഉപയോഗിക്കുന്നുണ്ട്. ശരിക്കും അങ്ങനെയല്ല. ഒരു പ്രൊഡക്റ്റിൽ ലക്ഷറി ആവണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ചില റൂൾസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പ്രീമിയം ആവണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള രീതികളുണ്ട്. എന്താണ് പ്രധാനമായിട്ടുള്ള വ്യത്യാസം എന്ന് നമുക്ക് നോക്കാം. ഇപ്പം ലക്ഷറി പ്രൊഡക്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അത് ഓവർ സപ്ലൈ വരില്ല ഒരിക്കലും. അതായത് ഇപ്പോൾ ഒരു ലക്ഷറി ബ്രാൻഡ്, ഉദാഹരണത്തിന് റോളക്സ് ഒരു ലക്ഷറി ബ്രാൻഡാണ്. ആപ്പിൾ ഒരു പ്രീമിയം ബ്രാൻഡാണ്. രണ്ടും ഒന്നല്ല ഒരിക്കലും. രണ്ടിൻ്റെയും റൂൾസും കാര്യങ്ങളും എല്ലാം വ്യത്യാസമുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ റോളക്സ് എടുത്തു കഴിഞ്ഞാൽ അവരൊരു പ്രോഫിറ്റ് ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്കുള്ള പ്രൊഡക്ഷൻ അവർ നടത്തൂല. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ലക്ഷറി ബ്രാൻഡുകൾക്ക് ഒരു എക്സ്ക്ലൂസിവിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം, ഒരു യുണീക്നെസ് മെയിൻറ്റെയിൻ ചെയ്യണം. ഒരെണ്ണം ലക്ഷറി ആവണമെങ്കിൽ തന്നെ ഒരുപാട് ആളുകളുടെ കയ്യിൽ അത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, എല്ലാ മാസിൻ്റെ അടുത്ത് മൊത്തം അത് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എക്സ്ക്ലൂസിവിറ്റി നഷ്ടപ്പെടുകയാണ്. അപ്പോൾ അത് എന്താ പറയുക, സൊസൈറ്റിയിലെ ഏറ്റവും ടോപ്പായിട്ടുള്ള ആളുകൾ, കുറച്ചും കൂടി അഫ്ലുവൻ്റ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് എന്ന് പറയും, കുറച്ചും കൂടി വേറൊരു രീതിയിൽ പറഞ്ഞാൽ റിച്ച് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ മാത്രം ടാർഗറ്റ് ചെയ്യണം അവർ. അപ്പോൾ എല്ലാവരുടെ കയ്യിലും ഈ വാച്ച് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്ക്ലൂസിവിറ്റി നഷ്ടപ്പെടുകയാണ്. അപ്പോൾ അവരതിൻ്റെ ഒരു പ്രൊഡക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യും. ഒരുപാട് മാസ് പ്രൊഡക്ഷൻ അത് നടത്തൂല. വളരെ ചുരുങ്ങിയ ഒരു എമൗണ്ടിൽ മാത്രമായിരിക്കും അത് അവർ പ്രൊഡക്ഷൻ നടത്തുള്ളൂ. അതിനുശേഷം നിങ്ങൾ പലപ്പോഴും വാർത്തകളിലെല്ലാം കേട്ടിട്ടുണ്ടാവും, ഇപ്പോൾ ലൂയി വിറ്റോണും കാര്യങ്ങളും എല്ലാം അവരുടെ ആ സ്റ്റോക്കൊക്കെ കത്തിച്ച് കളയണത്. ഡിയോർ അങ്ങനത്തെ ഒരുപാട് ബ്രാൻഡുകളുണ്ടല്ലോ, അവരുടെ സ്റ്റോക്ക് കത്തിച്ച് കളയും. അവരുടെ ബാഗുകളെല്ലാം അവർ കത്തിച്ച് കളയും. അവരുടെ ആ പ്രോഫിറ്റ് ഗോൾ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് കൊടുത്ത് വേണമെങ്കിൽ അവർക്ക് വിൽക്കാം. പക്ഷെ എന്താ അവർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവരുടെ ഷെൽഫിൽ നിന്ന് തന്നെ എടുത്ത് മാറ്റിക്കളയും. ചിലപ്പോൾ ഓൾഡ് സ്റ്റോക്കെല്ലാം അവർ കത്തിച്ച് കളയും. എന്നാലും ഡിസ്കൗണ്ട് കൊടുത്ത് അവർ വിൽക്കില്ല. അത് ഇങ്ങനെ ചെയ്യണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാ എക്സ്ക്ലൂസിവിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ അതേസമയം നേരെ തിരിച്ച് നമ്മൾ പ്രീമിയം ബ്രാൻഡിൻ്റെ സെഗ്മെൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രീമിയം ബ്രാൻഡിന് അങ്ങനെ ഇത്ര എണ്ണമെന്നില്ല. എത്ര വേണമെങ്കിലും അവർക്ക് മാസ് പ്രൊഡക്ഷൻ നടത്താം. ഇപ്പോൾ ആപ്പിൾ ഫോണിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവർക്ക് എത്ര വേണമെങ്കിലും മാസ് പ്രൊഡക്ഷൻ നടത്താനായിട്ട് സാധിക്കും. അതൊരു നിശ്ചിത വില ഈടാക്കിയിട്ട് ആർക്കും അത് വാങ്ങാനായിട്ട് സാധിക്കും, പെട്ടെന്ന് തന്നെ വാങ്ങാനായിട്ട് സാധിക്കും. ഇപ്പോൾ ലക്ഷറിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവർ കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും നമുക്കത് വാങ്ങാൻ. നമ്മുടെ കയ്യിൽ കാശ് ഉണ്ടെങ്കിലും നമുക്ക് ഇത്ര വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാവും, അതുപോലെ തന്നെ നമ്മൾ ഇന്ന ക്ലാസ്സിലുള്ള ആളായിരിക്കണം, അങ്ങനത്തെ കുറേ ക്രൈറ്റീരിയകൾ അവർ വെക്കുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് പോയിട്ട് അങ്ങനെ വാങ്ങാനായിട്ട് സാധിക്കില്ല. എല്ലാ ബ്രാൻഡിൻ്റെയും കാര്യമല്ല പറയണത്. ലക്ഷറിയിൽ ഇങ്ങനെ ചില ഒരു ഒബ്സ്റ്റിക്കിളായിട്ട് അവരങ്ങനെ ക്രിയേറ്റ് ചെയ്യും. കുറച്ച് ഒബ്സ്റ്റിക്കിൾസ് അവർ ക്രിയേറ്റ് ചെയ്യും പെട്ടെന്ന് വാങ്ങാൻ പറ്റാത്ത രീതിയിൽ. ഇപ്പോൾ 2 വർഷമൊക്കെ ചിലത് വെയിറ്റിംഗ് ഉണ്ടാവും, ചിലത് 6 മാസം വെയിറ്റിംഗ് ഉണ്ടാവും, 1 വർഷം വെയിറ്റിംഗ് ഉണ്ടാവും. കാശ് ഉണ്ടെങ്കിൽ കൂടി ഇപ്പോൾ ഡബിൾ പേ ചെയ്യാമെന്ന് പറഞ്ഞാൽ പോലും അവർ തരില്ല. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ക്ലൂസിവിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. പക്ഷേ പ്രീമിയം ബ്രാൻഡുകൾക്ക് അതില്ല. അവർക്ക് എത്ര വേണമെങ്കിലും മാസ് പ്രൊഡക്ഷൻ നടത്താനായിട്ട് സാധിക്കും. നമുക്ക് പെട്ടെന്ന് തന്നെ അത് ആക്സസബിൾ ആണ്. പെട്ടെന്ന് കാശ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാങ്ങാനായിട്ട് സാധിക്കും. ഇനി അതുപോലെ തന്നെ ഈ ലക്ഷറി ബ്രാൻഡിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരധിക സമയവും ടൈംലെസ് ഫാഷനാണ് നോക്കുന്നത്. അതായത് ജനറേഷനുകൾ പാസ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ. പ്രീമിയം ബ്രാൻഡുകൾ അധികം ട്രെൻഡിങ് ഫാഷനാണ് നോക്കുന്നത്. അതായത് ഇന്ന് വരും, ചിലപ്പോൾ കുറച്ച് നാൾ നിൽക്കും, 1-2 കൊല്ലം നിൽക്കും, അതങ്ങ് പോകും. ഇപ്പോൾ ഐഫോണിൻ്റെ പഴയ മോഡൽ ഇപ്പം അത്ര നല്ല രീതിയിലല്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തന്നെ അത് സ്റ്റോപ്പ് ചെയ്യണമെന്നാണ്. അത്രയും ടെക്നോളജി പുതിയ ഫോണുകളിലേക്ക് അവർ ആഡ് ചെയ്യും. പുതിയ മോഡൽ വരാൻ നേരത്ത് 15 വരാൻ നേരത്ത് 14 ഇല്ലാത്ത എന്തെങ്കിലുമൊക്കെ 15 കൊണ്ടുവരും. അപ്പോൾ 14 എടുത്ത ആളുകൾക്ക് ആ 15 വാങ്ങേണ്ടതായിട്ട് വരും. ഇപ്പോൾ 50 കൊല്ലം മുമ്പ് ഒരു റോളക്സ് വാച്ച് എടുത്ത ആൾക്ക് അതിൻ്റെ മൂല്യം വീണ്ടും കൂടിയിട്ടുണ്ടാവും. അതായത് ജനറേഷൻസ് പാസ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ ആ ട്രെൻഡിങ് നഷ്ടപ്പെടുന്ന രീതിയിൽ ലക്ഷറി ബ്രാൻഡുകൾ ഡിസൈൻ ചെയ്യൂല. അവരധികം ഡിസൈൻ ചെയ്യണത് ഈ ടൈംലെസ് ഫാഷൻ ആയിരിക്കും. അതായത് ഒരു ജനറേഷൻ കഴിഞ്ഞാൽ അടുത്ത ജനറേഷന് പാസ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും ലക്ഷറി ബ്രാൻഡുകൾ ഡിസൈൻ ചെയ്യണത്. പ്രീമിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലധികം ഇന്നോവേഷനും ടെക്നോളജിയൊക്കെ ഉണ്ടാവും. ഇപ്പോൾ 1-2 കൊല്ലം കഴിയാൻ നേരത്ത് ആ ടെക്നോളജിയുടെ കാലം കഴിയും. അപ്പോൾ പുതിയ ടെക്നോളജി അപ്ഡേഷൻ കൊണ്ടുവരും. അപ്പോൾ അത് ജനറേഷൻ പാസ് ചെയ്ത് നമുക്ക് തന്നെ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു 10 കൊല്ലം കഴിഞ്ഞ് 10 കൊല്ലം മുമ്പുള്ള ഫോണിന് ഒരുപാട് ഫീച്ചേഴ്സ് കുറവാണ്. ഇത്തരം ഫീച്ചേഴ്സുകളൊക്കെ നമുക്ക് പെട്ടെന്ന് അങ്ങനെ ആഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ലക്ഷറി ബ്രാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാലങ്ങൾ കഴിയുന്നവരെ അതിൻ്റെ മൂല്യം കൂടി വന്ന രീതിയിലായിരിക്കും എപ്പോഴും ഇവർ ഡിസൈൻ ചെയ്യണത്. ഇനി അടുത്തത് പ്രധാനമായിട്ടുള്ളൊരു ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷറി ബ്രാൻഡും പ്രീമിയം ബ്രാൻഡും തമ്മിലുള്ള പ്രൈസാണ്. അതിൻ്റെ വില അനുസരിച്ചാണ് വ്യത്യാസം വന്നത്. പ്രീമിയം ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ സാധാരണ വിലയുള്ള പ്രൊഡക്റ്റ് ആണെങ്കിലും അധികം ആളുകൾക്കൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും പെട്ടെന്ന് തന്നെ. ലക്ഷറി ബ്രാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വില ഒരല്പം കൂടുതലായിരിക്കും. അങ്ങനെ പെട്ടെന്ന് എല്ലാവർക്കും ഒരു സാധാരണക്കാരന് വാങ്ങാൻ പറ്റിക്കൊള്ളണമെന്നില്ല. നല്ല റേറ്റ് ആയിരിക്കും.
പിന്നെ ഇതിൻ്റെ വില ഇടണത് അധിക സമയത്തും പ്രീമിയം ബ്രാൻഡുകൾ അതിൻ്റെ ഫീച്ചർ നോക്കിയിട്ടാണ്. ഇന്ന ഫീച്ചറുകൾ ഉള്ളതുകൊണ്ട് മറ്റുള്ളവരേക്കാൾ ഇന്ന ഫീച്ചർ കൂടുതലുള്ളത് കൊണ്ട് ഞങ്ങളുടെ ഫോണിന് ഇത്ര രൂപ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഹെഡ്സെറ്റിന് ഇത്ര രൂപ, ഞങ്ങളുടെ പ്രൊഡക്റ്റിന് ഇത്ര രൂപ, എപ്പോഴും കമ്പയർ ചെയ്തിട്ടായിരിക്കും അധിക സമയം പ്രൈസ് അവരിടണത്. പക്ഷെ ലക്ഷറി ബ്രാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ടെക്നോളജി ബേസ്ഡ് ആയിട്ടല്ല, അല്ലെങ്കിൽ ഫീച്ചർ ബേസ്ഡ് ആയിട്ടല്ല അതിൻ്റെ വില ഇടണത്. അതിൽ ഉപയോഗിച്ചേക്കണ എന്തെങ്കിലും എന്താ പറയുക, റെയർ മെറ്റലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും, അല്ലെങ്കിൽ റെയർ ഡയമണ്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവും. പലതും ഹാൻഡ് മെയ്ഡ് ആയിരിക്കും. ഒരുപാട് ആർട്ടിസ്റ്റിക് വാല്യൂസും കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടായിരിക്കും ചെയ്യണത്. ഹാൻഡ് മെയ്ഡ് ആയിരിക്കും. അത് മെയ്ഡ് ചെയ്യാനായിട്ട് ചിലപ്പോൾ ഒരു വർഷം എടുത്തിട്ടുണ്ടാവും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ലക്ഷറിയിൽ അവർ പ്രൈസ് ഈടാക്കണത്. ചിലപ്പോൾ അവർ ആകെ 100 എണ്ണം മാത്രമായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ അവർ തന്നെ അതിൽ എഴുതി വെച്ചിട്ടുണ്ടാവും 1/100 എന്ന് എഴുതിയിട്ടുണ്ടാവും, 2/100 എന്ന് എഴുതിയിട്ടുണ്ടാവും. ആകെ 100 എണ്ണമാണ് അത് ലോകത്ത് പ്രൊഡക്ഷൻ നടത്തുള്ളൂ. അപ്പോൾ ലക്ഷറി ബ്രാൻഡ് എപ്പോഴും എക്സ്ക്ലൂസിവിറ്റി കീപ്പ് ചെയ്യും. അതിനനുസരിച്ച് തന്നെ നല്ല റേറ്റും അവരുടെ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, ഈ ലക്ഷറി ബ്രാൻഡുകൾ അവർ ഏത് രാജ്യത്താണോ അത് നിർമ്മിക്കുന്നത് ആ രാജ്യത്തിൻ്റെതായിരിക്കും അതിൽ കൊടുക്കുക. അതായത് ഇപ്പോൾ മെയ്ഡ് ഇൻ ഫ്രാൻസ്, അധികം ലക്ഷറി ബ്രാൻഡുകളും ഫ്രാൻസാണ്, ഫ്രഞ്ച് മെയ്ഡാണ്. അപ്പോൾ മെയ്ഡ് ഇൻ ഫ്രാൻസ് എന്ന് കൊടുക്കും, മെയ്ഡ് ഇൻ സ്വിറ്റ്സർലൻഡ് എന്ന് കൊടുക്കും. ആ ബ്രാൻഡിൻ്റെ ഒറിജിൻ രാജ്യം ഏതാണോ അവിടെ തന്നെയായിരിക്കും അധിക സമയം ഹാൻഡ് മെയ്ഡിൽ പ്രൊഡക്ഷൻസ് നടത്തുന്നത്. ഈവൻ ചില ബ്രാൻഡുകളൊക്കെ ചൈനയിൽ ഇങ്ങനെ ലക്ഷറി ബ്രാൻഡുകൾ പ്രൊഡക്ഷൻ നടത്തിയാലും അവർ മെയ്ഡ് ഇൻ ഫ്രാൻസ് എന്ന് തന്നെ അതിൽ എഴുതും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് മെയ്ഡ് ഇൻ ചൈനയാണ്, എന്നാലും മെയ്ഡ് ഇൻ ഫ്രാൻസ് എന്ന് എഴുതും. ആ ബ്രാൻഡിൻ്റെ ഒറിജിൻ രാജ്യം ഏതാണോ, ഒറിജിൻ കൺട്രി ഏതാണോ അതെപ്പോഴും അവർ കീപ്പ് ചെയ്യാൻ നോക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ ഒരു യുണീക്നെസ് ഉണ്ടല്ലോ, അത് ഈ ബ്രാൻഡിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ പ്രീമിയം ബ്രാൻഡുകൾ അങ്ങനെയല്ല, നമുക്കത് എവിടെ വേണമെങ്കിലും പ്രൊഡക്റ്റ് പ്രീമിയം ആയിരുന്നാൽ മതി. നല്ല ഫീച്ചറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പ്രീമിയം ആവും. പക്ഷെ നമുക്കത് എവിടെ വേണമെങ്കിലും പ്രൊഡക്ഷൻ നടത്താനായിട്ട് പറ്റും. ഇപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ സംശയം വന്നേക്കാം, ഇത് നമ്മൾ അറിഞ്ഞത് കൊണ്ട് എന്താണ് ഗുണം, അല്ലെങ്കിൽ ഇത്തരം റൂൾസൊക്കെ ആരാണ് ഉണ്ടാക്കിയത്? ഈ റൂൾസ് ആരും ഉണ്ടാക്കിയതല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളുടെ മനസ്സിലത് അങ്ങനെ വന്നതാണ് ഈ റൂൾസും കാര്യങ്ങളും എല്ലാം. അതല്ലെങ്കിൽ ചില ബ്രാൻഡുകൾ അങ്ങനെ വരുത്തിയെടുത്തതാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇതല്ലാതെ വേണമെങ്കിൽ പറയാം, നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഇതിന് വേണമെങ്കിൽ പറയാം, പാക്കേജിങ്ങിൽ വേണമെങ്കിൽ ലക്ഷറി എക്സ്പീരിയൻസ് എന്ന് എഴുതാം. പക്ഷെ നിങ്ങളൊരു 35,000 25,000 ഒക്കെ പ്രൊഡക്ഷൻ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഇൻ കേസ് പാക്കറ്റിൽ എഴുതിയാലും അതൊരിക്കലും ലക്ഷറി ആവണില്ല. വെറുതെ നമ്മൾ ലക്ഷറി എക്സ്പീരിയൻസ് എന്ന് എഴുതിയോണ്ട് അത് ലക്ഷറി ആവണില്ല. ഇതിൻ്റേതായിട്ടുള്ള ചില റൂൾസുകളും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്ത് പോകണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ ഒരു പ്രൊഡക്റ്റ് വാങ്ങി ലക്ഷറി എന്നുള്ള രീതിയിൽ വാങ്ങിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ നേരത്തെ എല്ലാവരുടെ കയ്യിലും അതുണ്ട്, അല്ലെങ്കിൽ അധികം ആളുകളുടെ കയ്യിലും അതുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്ക്ലൂസിവിറ്റി നഷ്ടപ്പെട്ടു. പ്രീമിയം ഓക്കെ, പക്ഷെ ലക്ഷറിക്ക് ഇങ്ങനെ ചില റൂൾസും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യണം. ഇനി ചില പ്രീമിയം ബ്രാൻഡുകൾ ലക്ഷറി ബ്രാൻഡുകൾ ഉപയോഗിക്കുന്ന ചില ടാക്ടിക്സുകളും കാര്യങ്ങളൊക്കെ കടമെടുക്കാറുണ്ട്. അതിൽ പെട്ടാണ് ആപ്പിൾ പല ലക്ഷറി ബ്രാൻഡുകളുടെയും ടാക്ടിക്സ് കടമെടുത്തിട്ടുണ്ട്. അവരുടെ ലോഗോ അത് അധികം ബ്ലാക്ക് ആൻഡ് വൈറ്റിലായിരിക്കും കാണുന്നത്. പല ലക്ഷറി ബ്രാൻഡുകളുടെ ലോഗോ നമ്മൾ അധിക സമയത്തും ബ്ലാക്ക് ആൻഡ് വൈറ്റിലായിരിക്കും കാണുന്നത്. അത് ആപ്പിൾ കടമെടുത്തിട്ടുണ്ട്. പിന്നെ ഓവർ പ്രൊഡക്ഷൻ്റെ രീതിയിൽ അവർ ലിമിറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്, ഇത്ര എണ്ണം പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ള. അപ്പോൾ ചില പ്രീമിയം ബ്രാൻഡ്സ് ലക്ഷറി ബ്രാൻഡ്സിൻ്റെ ടാക്ടിക്സ് യൂസ് ചെയ്യാറുണ്ട്. ഇത് നമുക്ക് എങ്ങനെയാണ് ഉപകാരപ്പെടുന്നത്? ഈ വ്യത്യാസം അറിഞ്ഞുകൊണ്ട് നമുക്ക് എന്താണ് ഗുണം, നമുക്ക് നമ്മുടെ ബിസിനസ്സിൽ എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണം നിങ്ങളിപ്പോൾ ഒരു കലാകാരനാണെന്ന് വിചാരിക്കുക, എന്തെങ്കിലും ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കഴിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാസ് പ്രൊഡക്ഷൻ നടത്താതെ ഈ ലക്ഷറി ബ്രാൻഡിൻ്റെ അതേ ടാക്ടിക്സ് തന്നെ യൂസ് ചെയ്യണം. 100 എണ്ണം മാത്രമേ പ്രൊഡക്ഷൻ നടത്തുള്ളൂ എന്ന് വിചാരിക്കുക. അങ്ങനെ നിങ്ങൾ ഉറപ്പിക്കുക. എന്നിട്ട് നിങ്ങൾ 1/100 2/100 അങ്ങനെ 100/100 100 എണ്ണം മാത്രം പ്രൊഡക്ഷൻ നടത്തുക. എന്നിട്ട് നിങ്ങൾ കസ്റ്റമറുടെ അടുത്ത് പറയാം, ഇത് ഞാൻ 100 എണ്ണം മാത്രമാണ് പ്രൊഡക്ഷൻ നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. കാരണം നിങ്ങളൊരു അധിക കലാകാരന്മാരും ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും കലാപരമായിട്ടുള്ള കഴിവുള്ളവർ ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആർക്കും അങ്ങ് അടിച്ചു കൊടുക്കും. അങ്ങനെ വളരെ വളരെ വില കുറച്ചിട്ട് ചുമ്മാ അതങ്ങ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. അവിടെ എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു കഴിവിനൊരു മൂല്യം കാണില്ല, ഒരു ആർട്ടിസ്റ്റിക് വാല്യൂ ഉണ്ട്. നിങ്ങളൊരു ആർട്ടിസ്റ്റാണ്, ആർട്ടിസ്റ്റിൻ്റെ കഴിവിനൊരു വാല്യൂ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ കീപ്പ് ചെയ്തുകൊണ്ട് കുറച്ച് ലക്ഷറി ബ്രാൻഡൊക്കെ ചെയ്യണ പോലെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഹാൻഡ് മെയ്ഡ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈവൻ വാച്ചുകളെല്ലാം ചെയ്യണ പോലെ 1/100 2/100 ഒരു 100 എണ്ണം മാത്രമാണ് പ്രൊഡക്ഷൻ നടത്തുള്ളൂ. ഈ ഡിസൈനിൽ ഈ കളർ കോമ്പിനേഷനിൽ 100 എണ്ണമാണ് ഞാൻ പ്രൊഡക്ഷൻ നടത്തുള്ളൂ. അതിൽ 25 എണ്ണം ഞാൻ ഓൾറെഡി സോൾഡ് ചെയ്തിട്ടുണ്ട്, 26ാമത്തെയാണ് ഇപ്പോൾ നിങ്ങളെ കാണിക്കണതെന്ന് പറഞ്ഞ് നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ എല്ലാം ചെയ്യാനായിട്ട് പറ്റും. അതായത് സപ്ലൈ കുറച്ചുകൊണ്ട് ഡിമാൻഡ് കൂട്ടണ ഒരു ടെക്നിക്കാണത്. അധിക ആർട്ടിസ്റ്റുകൾ ഇത് ചെയ്യാറില്ല. ആർട്ടിസ്റ്റ് ആ ഒരു മേഖലയിൽ നിൽക്കുന്ന ആളുകൾ, കലാപരമായിട്ട് കഴിവുള്ള ഒരാളുകൾക്ക് ഇത് ചെയ്യാനായിട്ട് സാധിക്കും. ഇത്തരം ടാക്ടിക്സ് യൂസ് ചെയ്തിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ പ്രീമിയം ബ്രാൻഡ് ആണെങ്കിൽ പലരും പാക്കറ്റിലൊക്കെ ചുമ്മാ എഴുതി വെക്കാറുണ്ട്, വളരെ ചീപ്പായിട്ടുള്ള പ്രൊഡക്റ്റുകൾ, ലോ ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ മാനുഫാക്ചർ ചെയ്തിട്ട്
അതിൽ വെറുതെ പ്രീമിയം പ്രൊഡക്റ്റ് എന്ന് എഴുതി വെക്കും. അങ്ങനെ നമ്മൾ എഴുതി വെച്ചുകൊണ്ട് ഒന്നും പ്രീമിയം പ്രൊഡക്റ്റോ ലക്ഷറി പ്രൊഡക്റ്റോ ആവണില്ല. അത് കസ്റ്റമർ അവരുടെ എക്സ്പീരിയൻസിലൂടെയാണ് ഒന്ന് പ്രീമിയം ഒന്ന് ലക്ഷറി എന്ന് അവർ തന്നെയാണ് തീരുമാനിക്കുന്നത്, കസ്റ്റമേഴ്സാണ്. അപ്പോൾ നമ്മൾ പാക്കറ്റിൽ എഴുതിയോണ്ട് അതൊരിക്കലും മാർക്കറ്റിംഗ് അല്ല. ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റിങ്ങിലൂടെ അല്ല ഇത് ശരിക്കും ഉണ്ടാക്കിയെടുക്കുന്നത്, കസ്റ്റമേഴ്സിൻ്റെ എക്സ്പീരിയൻസിലൂടെയാണ്. ഇപ്പോൾ ക്വാളിറ്റി കസ്റ്റമർ തീരുമാനിക്കുന്നത് കസ്റ്റമറുടെ ഉപയോഗിച്ചുള്ള എക്സ്പീരിയൻസിലൂടെയാണ്. നമ്മൾ ക്വാളിറ്റി പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാലും അവർ ഉപയോഗിച്ച് നോക്കാൻ നേരത്തെ ഇതിന് ക്വാളിറ്റി ഇല്ലെങ്കിൽ അതൊരിക്കലും ക്വാളിറ്റി പ്രൊഡക്റ്റ് ആവില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ടാക്ടിക്സ് നമുക്കും ഉപയോഗിക്കാം, നമ്മുടെ ബിസിനസ്സിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഈ പ്രീമിയം ലക്ഷറിയും രണ്ടും രണ്ടാണ്. ഇതിൻ്റെ വ്യത്യാസം നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ഇത് നിങ്ങൾക്ക് ഇവരുടെ ടാക്ടിക്സ് നിങ്ങളുടെ പ്രൊഡക്റ്റിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.